Hi all, welcome to Tech Malayalam. ഇന്ന് വാട്സ്ആപ്പ് റിലേറ്റ് ചെയ്ത ഒരു ന്യൂസുമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. അതായത് ഒഫീഷ്യൽ അല്ലാത്ത വാട്സ്ആപ്പ് ആപ്ലിക്കേഷൻസ് യൂസ് ചെയ്യുന്ന ആളുകളെ വാട്സ്ആപ്പിൽ നിന്നും ബാൻ ചെയ്യും എന്നുള്ളതാണ് ന്യൂസ്. ഈ ഒരു കാര്യം വാട്സ്ആപ്പ് അവരുടെ ഒഫീഷ്യൽ FAQ പേജ് വഴിയാണ് അറിയിച്ചിരിക്കുന്നത്. വാട്സ്ആപ്പ് പറയുന്ന കാര്യം ഇങ്ങനെയാണ്: വാട്സ്ആപ്പിൻ്റെ ഒഫീഷ്യൽ അല്ലാത്ത മോഡിഫൈഡ് വേർഷൻസ്, അതായത് GB വാട്സ്ആപ്പ് ആൻഡ് വാട്സ്ആപ്പ് പ്ലസ് പോലുള്ള തേർഡ് പാർട്ടി ആപ്ലിക്കേഷൻസ് ഉപയോഗിച്ചാൽ നിങ്ങളുടെ വാട്സ്ആപ്പ് അക്കൗണ്ട് ബാൻ ചെയ്യും. വാട്സ്ആപ്പ് റെക്കമെൻഡ് ചെയ്യുന്നത് അവരുടെ ആപ്പ് ഒഫീഷ്യൽ സ്റ്റോറിൽ നിന്നും ഒഫീഷ്യൽ വെബ്സൈറ്റിൽ നിന്നും ഡൗൺലോഡ് ചെയ്യണം എന്നതാണ്. അങ്ങനെ മോഡിഫൈഡ് വാട്സ്ആപ്പ് യൂസ് ചെയ്യുന്ന ആളുകൾ എത്രയും പെട്ടെന്ന് ഒഫീഷ്യൽ വാട്സ്ആപ്പിലേക്ക് മാറണം. ഇങ്ങനെ മോഡിഫൈ ചെയ്ത വാട്സ്ആപ്പ് ഉപയോഗിക്കുന്നതിൻ്റെ റിസ്ക് എന്താണെന്ന് വെച്ചാൽ, നമ്മുടെ ഡാറ്റ സേഫ് അല്ലാത്ത മൂന്നാമതൊരാളിലേക്ക് എത്താനുള്ള ചാൻസസ് വളരെ കൂടുതലാണ്. അതുകൊണ്ട് ഇങ്ങനെ ചെയ്യാതിരിക്കുന്നതാണ് ബെറ്റർ. ഇങ്ങനെ മോഡിഫൈഡ് വാട്സ്ആപ്പിൽ ഒഫീഷ്യൽ വാട്സ്ആപ്പിനേക്കാളും ഒരുപാട് ഓപ്ഷൻസ് ഉണ്ടെങ്കിൽ പോലും അത് യൂസ് ചെയ്യുന്നത് അത്ര സേഫ് അല്ല. വാട്സ്ആപ്പ് GB ആൻഡ് വാട്സ്ആപ്പ് പ്ലസ് എന്താണെന്ന് അറിയാത്തവരുണ്ടെങ്കിൽ, ഇത് ജസ്റ്റ് വാട്സ്ആപ്പിൻ്റെ മോഡിഫൈഡ് വേർഷൻസ് ആണ്. ഇതിൽ എക്സ്ട്രാ ഓപ്ഷൻസും ഫീച്ചേഴ്സും ഒക്കെ ഉണ്ടാവും. പക്ഷേ വാട്സ്ആപ്പിൻ്റെ ഒഫീഷ്യൽ ആപ്പ് അല്ല ഇത്. ഇതിൽ മോഡിഫിക്കേഷൻ വരുത്തുന്നത് തേർഡ് പാർട്ടീസാണ്. വാട്സ്ആപ്പിൻ്റെ 2 അക്കൗണ്ട് ഒരേ ഫോണിൽ യൂസ് ചെയ്യണമെങ്കിൽ ഈ ഒരു വാട്സ്ആപ്പ് GB എന്ന് പറഞ്ഞ ആപ്പിൽ അത് സാധിക്കും. അതുപോലെ വാട്സ്ആപ്പ് പ്ലസ്സിൽ നമുക്ക് ഫോർവേഡ് ലിമിറ്റ് കൂട്ടാനും മെസ്സേജ് സ്കെഡ്യൂൾ ചെയ്യാനും സാധിക്കും. ഇതുപോലെ ഒരുപാട് ഓപ്ഷൻസ് ഉണ്ടെങ്കിലും അത് യൂസ് ചെയ്യുന്നത് അത്ര സേഫ് അല്ല. കാരണം നമ്മുടെ ഡാറ്റാസ് മൂന്നാമതൊരാളിലേക്ക് എത്താനുള്ള ചാൻസസ് വളരെ കൂടുതലാണ്. സോ എപ്പോഴും നിങ്ങൾ ഏതൊരു ആപ്പും യൂസ് ചെയ്യുകയാണെങ്കിൽ അതിൻ്റെ ഒഫീഷ്യൽ വേർഷൻ മാത്രം യൂസ് ചെയ്യുക. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എന്നും ചെയ്യുന്ന പോലെ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. നമുക്ക് നെക്സ്റ്റ് ടൈം മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം. ദിസ് ഈസ് മീ ഷോണ. ബൈ.